2 ടെസ്റ്റിമോണിയൽ വേണോ, 5 ടെസ്റ്റിമോണിയൽ വേണോ, അൺലിമിറ്റഡ് ടെസ്റ്റിമോണിയൽ വേണോ എന്നാണ് ട്രാക്ക് പേയുടെ ബോട്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നുണ്ടാവുക വാട്സപ്പിൽ നമുക്കൊരു മെസ്സേജ് അയക്കുമ്പോൾ. ഇതുപോലെയാണ് സോഷ്യൽ പ്രൂഫിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അതായത് സെയിൽസ്മാൻ നമ്മളെ കമ്പനിയെ കുറിച്ചും പ്രൊഡക്റ്റും സർവീസിനെ പറ്റും ഭയങ്കര അടിപൊളിയായിട്ട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അതൊരിക്കലും എന്ത് ചെയ്യില്ല, ഒരു കസ്റ്റമർ പറയണമെന്നില്ല. കസ്റ്റമർ പറയണമെങ്കിൽ അതെന്ത് ചെയ്യണം, അത് അവർക്ക് ഭയങ്കര ഹാപ്പിനെസ് കിട്ടിയതായിരിക്കണം. അവർ ഭയങ്കര എന്ത് ചെയ്യണം, അത് ആ സർവീസസിൽ ഹാപ്പി ആയിരിക്കണം, എന്നാൽ മാത്രമേ കിട്ടുള്ളൂ. സോ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സോഷ്യൽ പ്രൂഫ്സുകൾ കൊടുക്കേണ്ടത്. അപ്പോൾ അവർ കൊടുക്കുമ്പോൾ അതിനൊരു ഒതന്റിസിറ്റി ഉണ്ടാവും. അവർ സംസാരിക്കുന്ന രീതി നമ്മളൊരിക്കലും പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതായിരിക്കില്ല. അപ്പോൾ ആ ഒരു ഇമ്പാക്ട് ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് ട്രാക്ക് പേയുടെ 5 സ്റ്റാർ റിവ്യൂസ് ആണ് നമ്മുടെ ഫുള്ള് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ടെസ്റ്റിമോണിയൽസ് എന്തുകൊണ്ടാണ് നമുക്ക് അൺലിമിറ്റഡ് ടെസ്റ്റിമോണിയൽ കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, നമ്മളിലൂടെ ട്രാക്ക് പേ ഹയറിങ്ങിലൂടെ പ്ലേസ്ഡ് ആയ ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരുടെയും അല്ലെങ്കിൽ ഒരു 1/3 ആളുകളുടെ നമ്മുടെ ടെസ്റ്റിമോണിയൽസ് ഉണ്ട്. സോ നമുക്ക് ആർക്കും വേണമെങ്കിലും ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അവർ തന്നിട്ടുള്ളതാണ്. അതുപോലെ ക്ലയൻസ് അല്ലെങ്കിൽ ക്ലയൻസിന്റെ നമ്പേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു റിസൾട്ട്സ്, ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സോഷ്യൽ പ്രൂഫിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായി നമ്മൾ വീഡിയോസ് എടുത്തു വെച്ചിട്ട് മാത്രം കാര്യമില്ല, നമ്മുടെ ഇൻസ്റ്റഗ്രാം സോഷ്യൽ മീഡിയ സ്ഥലത്ത് പോസ്റ്റ് ചെയ്തിരിക്കണം. ഇതിന്റെ ലിങ്ക് ഒക്കെ എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ കൂടുതൽ എന്ത് ചെയ്യും, ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യും, ഈസിലി സെയിൽ ക്ലോസ് ആവും. സോ ഇതുപോലെ അടുത്ത സ്റ്റെപ്സുകൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, കമന്റിൽ സെയിൽസ് എന്നൊന്ന് കമന്റ് ചെയ്യുക, ട്രാക്ക് പേ എന്ന് ഫോളോ ചെയ്യുക. താങ്ക് യു.